അതെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഏകദേശം 33 കടയായപ്പോൾ 33 വീടും ഞാൻ ഒപ്പം പണിത് കൊടുത്ത ആളാണ്. അല്ല, 33 കട പണിതു എന്നല്ല, 33 കടയ്ക്കൊപ്പം 33 വീടും ഞാൻ പണിത് കൊടുത്തിട്ടുണ്ട്. ഒന്ന്, പിന്നെ വഴിയിൽ ഉപേക്ഷിച്ച് പോകുന്ന ഈ അമ്മമാരെ ഉണ്ടല്ലോ, കുറച്ച് കാലേ നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുള്ളൂ. നമുക്കുണ്ടാവും, ഭാര്യമാരുണ്ടാവും, മക്കളുണ്ടാവും, ജീവിതാവസാനം വരെ, അല്ലേ? പക്ഷെ ഇതുപോലെ ഒരു അമ്മയെ കിട്ടുമോ നമുക്ക്? അമ്മമാരൊരിക്കലും നമ്മളെ വിട്ടു, എന്നായാലും നമ്മളെ വിട്ടുപോകും. ആ വിട്ടു പോകുന്ന വരെ ഈ അമ്മമാർക്ക് 10 മാസം ചുമന്ന പെറ്റു വളർത്തി ഈ അമ്മമാർക്ക് കൊടുക്കുന്ന സ്നേഹം ഉണ്ടല്ലോ, ജീവിതത്തിൽ ആർക്കും കൊടുക്കാൻ പറ്റില്ല. എല്ലാവരും അറിയേണ്ട കാര്യമാണ്. ഈ അമ്മമാരെ പോലെ അല്ലെങ്കിൽ അപ്പന്മാര് നമ്മുടെ ഒപ്പം നിൽക്കുമ്പോൾ അവരുടെ വില നമുക്കറിയില്ല. പക്ഷെ ഇവരെ സ്നേഹിച്ച് ഇവര് വളർത്തിയ പോലെ, അല്ലെ ഇവര് തന്ന ചോറുണ്ട് നമ്മൾ വളർന്ന പോലെ ഇപ്പൊ നമുക്ക് കിട്ടുമായിരിക്കും വലിയ വലിയ ഫുഡുകൾ, കറികൾ എല്ലാം. പക്ഷെ ഒരു 4 നേരം ചൂടാക്കി തന്ന അമ്മയുണ്ട് എൻ്റെ ഒപ്പം. ഇറച്ചിയൊക്കെ 2-3 ദിവസം ചൂടാക്കി അത് കഴിച്ച സമയമുണ്ട് ഞാൻ. ഇപ്പോഴാവാ ഒരു ദിവസം നമുക്കൊരു ചിക്കൻ കിട്ടും, പിറ്റേ ദിവസം വേറെ ചിക്കൻ ഉണ്ട്. പക്ഷെ അന്നത്തെ കാലത്ത് 2-3 ദിവസം എൻ്റെ അമ്മ വഴുത്തി തരുമായിരുന്നു, എന്നെ ബുദ്ധിമുട്ട് അറിയിക്കാതെ. ആ അമ്മ ഇന്നിപ്പോ എൻ്റെ ഒപ്പമുണ്ട്. ആ അമ്മയുടെ സ്നേഹം വലിയ അമ്മയാണ്. അതുപോലെ നിങ്ങൾക്കറിയാവുന്ന വേറൊരു സത്യമുണ്ട്. ഒരു അമ്മ, എൻ്റെ അമ്മ, എന്നെ കാണാൻ ഒരു അമ്മ വന്നിട്ട്, അമ്മയ്ക്ക് വന്നേ, ഈ അമ്മയും എൻ്റെ അമ്മയെപ്പോലെ ഒരു അമ്മയാണ്. ഈ അമ്മയുടെ മകനും മരുമോളും സ്വന്തം കുഞ്ഞുമാവ, അതായത് കുഞ്ഞു മോനെ ഉപേക്ഷിച്ച് പോയതാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു സൈക്കിൾ ഉപേക്ഷിച്ച് കൊടുത്ത ഒരു ബാലന്റെ വീഡിയോ. ആ വീഡിയോയില് ആ കൊച്ചിന് അപ്പനില്ല, അമ്മയില്ല, 2 പേരും ഉപേക്ഷിച്ചു പോയി. ആ കൊച്ചിനെ 2 പേരും മരിച്ചു പോയതാണ്. ഈ 2 പേരും മരിച്ചു, ഞാൻ ഓർക്കുന്നില്ല, പണ്ട് ചെയ്താണ്, 2 വർഷം മുമ്പ് ചെയ്ത വീഡിയോ ആണ്. 2 പേരും മരിച്ചുപോയി. ആ കുഞ്ഞ് അനാഥ ബാലനാണ്. ആ കുഞ്ഞിന് ഞാൻ വീട്ടിൽ ചെന്ന് ഒരു വീഡിയോ ചെയ്തതിന്റെ പേര് ഇന്ന് എന്തായി അമ്മച്ചി? എനിക്ക് നന്മകൾ മാത്രമേ അച്ചായൻ ആ വീഡിയോ ചെയ്തതിൽ എനിക്ക് വന്നിട്ടുള്ളൂ. ഇനിയും എൻ്റെ അച്ചായനും കുടുംബവും ഒത്തിരി ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിച്ച് അന്നത്തെ സമയത്തൊന്നും നമുക്ക് അത്ര സാമ്പത്തികം ഇല്ലായിരുന്നു ചെയ്യാൻ. അമ്മച്ചിക്ക് ഒരു അമേരിക്കക്കാരൻ സ്ഥലം മേടിച്ചു കൊടുത്തു, വീട് പണിയാൻ പോവാണ്. അച്ഛൻ വീഡിയോ ചെയ്തതിന് ശേഷം ഞാൻ പോലും അറിയാത്ത ഒരാൾ, ഒരു ജോബി ജോർജ് എന്ന് പറഞ്ഞ ഒരാൾ 5.5 സെന്റ് സ്ഥലം കുഞ്ഞിന് ആധാരം ചെയ്തു തന്നു. അത് കഴിഞ്ഞിപ്പോൾ 3 മാസമായി. ആൻഡമാനിലുള്ള ഒരാളാണ്, നേരിട്ട് കണ്ടിട്ടില്ല. പണം അവർക്ക് അയച്ചു കൊടുത്തു. 3 സെന്റിന്റെ ആധാരം ഞാനിപ്പോൾ അച്ചായന്റെ കൈകളിലേക്ക് കൊടുക്കുവാനും പൊന്നാട അണിയിക്കുവാനും വേണ്ടിയാണ്. പൊന്നാടൊന്നും വേണ്ട അമ്മച്ചി, വേറെ അല്ല പൊന്നാടൊന്നും വേണ്ട അമ്മച്ചി. എങ്ങനെ ഇവിടെ എത്തി? അവര് ഇന്നലെ മേടിച്ചു തന്നതാണ്. അമ്മച്ചി എങ്ങനെ ഇവിടെ എത്തിയത്? മേളയ്ക്ക് ചേർന്നതുകൊണ്ട് കുഞ്ഞു പോയി ഇന്നലെ രാത്രി പോയി വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അവന്റെ ആഗ്രഹമല്ലേ, അവൻ അച്ഛനും അമ്മയില്ല.